ആകാശവാണി കവരത്തി. ഹരിതചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കൃഷിയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. പരിസ്ഥിതിയെ മാനിക്കുന്ന കൃഷിരീതികൾ പരിസ്ഥിതിക്ക് ഗുണം ചെയ്യും. എന്നാൽ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമാകുന്ന കൃഷിരീതികൾ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. പരിസ്ഥിതി സൗഹൃദപരമായ രീതിയിൽ കൃഷി നടത്തുമ്പോൾ അത് മനുഷ്യരാശിക്ക് ഗുണം ചെയ്യും. മണ്ണിന്റെ ഫലപുഷ്ടത, ആവാസ വ്യവസ്ഥാ സംരക്ഷണം, പാരിസ്ഥിതിക പിന്തുടർച്ച എന്നിവയെല്ലാം ഇത് ലക്ഷ്യം വെക്കുന്നു. പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങൾ നടപ്പിലാക്കാൻ കർഷക തൊഴിലാളികൾക്ക് അവസരമൊരുക്കേണ്ടതാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ കൃഷിരീതികളും പരീക്ഷിക്കാവുന്നതാണ്. ഇന്ന് ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ കിസാൻ ലീഗ് സംസ്ഥാന പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വദേശിയുമായ ഡോക്ടർ അബു കുമ്മാളി പങ്കെടുക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെയും പ്രസക്തിയെയും സംബന്ധിച്ചും അതോടൊപ്പം കൃഷി പരിപാലനത്തെക്കുറിച്ചും ഈ ജനതയെ, പ്രത്യേകിച്ചും പുതിയ തലമുറയെ കഴിയാവുന്നത്ര ബോധവൽക്കരിക്കേണ്ട ആവശ്യകത അധികരിച്ചൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണവും കൃഷിപരിപാലനവും ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഇവ രണ്ടും യഥാർത്ഥത്തിൽ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനു കൂടി ഉപകരിക്കുന്നതാണ് കാർഷിക വൃത്തികൾ. പുതിയ തലമുറയിൽ കൃഷിയെ സംബന്ധിച്ച അവബോധവും അനുബന്ധ പ്രവർത്തനങ്ങളും വളരെ നിർബന്ധമാണ്. ലാഭകരമല്ല എന്ന തോന്നലിൽ കൃഷിയോട് മുഖം തിരിച്ചു കഴിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. ഇക്കാരണത്താൽ തന്നെ തരിശായി ഭൂമി കിടക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. കൃഷി നടത്തുന്ന പാടത്തും പറമ്പിലും മണ്ണിലും ജലാംശം നിലനിൽക്കുന്നു. തന്മൂലം കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ പ്രകൃതി എല്ലാ നിലയിലും സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള ഉപാധി കൂടിയാണ് കൃഷി. നീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തുന്ന പുതിയ കാല സംസ്കാരത്തിനെതിരായ ഒരു മുന്നേറ്റവും ജാഗ്രതയും കൂടിയാണിത്. കൃഷിയിലേക്ക് പുതിയ തലമുറ ആകർഷിക്കത്തക്ക വിധത്തിൽ മതിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്ത കേന്ദ്രങ്ങളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ എന്ന ആശങ്ക ബാക്കി നിൽക്കുന്നുണ്ട്. ഇത്തരം ശ്രമങ്ങൾ ഒരു പ്രഹസനമായി കലാശിക്കുന്ന പതിവുണ്ടെന്ന് പറയുന്നവരെ ആക്ഷേപിക്കാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട്. കൃഷിയുടെ അനന്തമായ സാധ്യതകൾ തുറന്നുവെച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും കൂടുതൽ പ്രസക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നത് പ്രകൃതി വിഭവങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണവും മാനേജ്മെൻറ്റുമാണ്. അത് നിലവിലുള്ള തലമുറക്കും ഭാവി തലമുറക്കും അവയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നു. അത് മനുഷ്യൻ്റെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിരത, സാമൂഹിക നീതി, സാംസ്കാരിക പൈതൃകത്തിൻ്റെ സംരക്ഷണം എന്നിവയിൽ പോലും നേരിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന് ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. ആവാസ വ്യവസ്ഥകൾ പരസ്പരാശ്രിത ജീവികളുടെ സങ്കീർണമായ ശൃംഖലകളാണ്. ഈ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെ എണ്ണമറ്റ ജീവജാലങ്ങളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ആവാസ വ്യവസ്ഥയുടെ സ്ഥിരത നിലനിർത്തുകയും ശുദ്ധവായു, ജലം, ഫലഭൂയിഷ്ഠമായ മണ്ണ് തുടങ്ങിയ ആവാസ വ്യവസ്ഥാ സേവനങ്ങളുടെ തുടർച്ചയായ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ലക്ഷദ്വീപിലെ അടിസ്ഥാന വിളയും വൃക്ഷസസ്യാദികളിലെ മുഖ്യ ഘടകവും തെങ്ങു തന്നെ. ഇവിടുത്തെ കാർഷിക ജൈവ വൈവിധ്യത്തെയും പാരിസ്ഥിതിക സുസ്ഥിരതയെയും പരിപാലിക്കുന്നതിൽ നിർണായക പങ്കാണ് തെങ്ങുകൾ വഹിക്കുന്നത്. തിങ്ങിഞ്ഞെരുങ്ങി നിൽക്കുന്ന തെങ്ങുകളാണ് എല്ലാ ദ്വീപുകളിലും കാണുന്ന കാഴ്ച. ഭൂരിഭാഗം കൃഷിയിടങ്ങളും ചെറുതും നാമമാത്രവുമാണ്. അതുകൊണ്ട് ഉടമകളായ കൃഷിക്കാർ കൃഷിയിടങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ തെങ്ങുകൾ നട്ടുവളർത്തുന്നു. പുരയിടങ്ങളുടെ അതിരുകൾ അടയാളപ്പെടുത്തുന്നത് പോലും തെങ്ങിൻ തോപ്പുകളാണ്. കീടമോ രോഗമോ പ്രകൃതിക്ഷോഭമോ മൂലം തെങ്ങു നശിച്ചാൽ തൽസ്ഥാനത്ത് പുതിയതായി വയ്ക്കുക എന്ന രീതി ഇവിടെയില്ല. ശാസ്ത്രീയമായ ആവർത്തന കൃഷിയും ഇല്ല. അതിനാൽ ദ്വീപുകളിലെ എല്ലാ തോട്ടങ്ങളിലും പല പ്രായത്തിലുള്ള തെങ്ങുകൾ കൂട്ടമായി വളരുന്നു. ലക്ഷദ്വീപിലെ തെങ്ങു കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ അബു കുമ്മാളി
തുടരുന്നു. തെങ്ങ് കൃഷിയും കഴുങ്ങ് കൃഷിയും എത്രയോ നൂറ്റാണ്ടുകളായി തന്നെ നിലനിൽക്കുന്ന മണ്ണാണ് കേരളവും ലക്ഷദ്വീപും. ലക്ഷദ്വീപിലെയും കേരളത്തിലെയും പ്രധാന ജീവിതോപാധികൾ ഒന്നാണ് കൃഷി. നാളികേരത്തിൻ്റെ നാടെന്ന വിശേഷണം കേരളത്തിന് നിലവിലുണ്ട്. ലക്ഷദ്വീപ് യാത്രയിൽ കേരളത്തോട് സമാനമായ നാളികേര കൃഷിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നാളികേരം വെളിച്ചെണ്ണക്കും കറികളിൽ അരച്ചു ചേർക്കുന്നതിനും പുറമെ തടി ഈർച്ച കഷ്ണങ്ങളാക്കി പാകത്തിലെടുത്ത് വീടിനുപയോഗിക്കുന്നു. ഇന്നും കമ്പിയും സിമൻറ്റും ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ തെങ്ങിൻ്റെ തടികളാണ് ഉപയോഗിച്ചു വരുന്നത്. പൂത്തുവരുന്ന തെങ്ങിൻ കുല അഥവാ പൂക്കുല കൊണ്ട് അരിഷ്ടാസവങ്ങൾ ഉണ്ടാക്കുന്നു. ഇളനീർ ഏറ്റവും നല്ല ദാഹശമനിയാണ്. ആരോഗ്യത്തിനുള്ള സത്ത കൂടിയാണ് ഇളനീർ. ഇങ്ങനെ തെങ്ങുമായി ബന്ധപ്പെട്ട ഒന്നും പാഴാക്കി കളയാനില്ല. കമ്പോള വിപണിയിൽ വെളിച്ചെണ്ണയ്ക്ക് നിത്യവും വില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തെങ്ങ് കൃഷി ഏറ്റവും ആദായകരമായൊരു കൃഷിയാണ്. ഈ സമയത്തിൽ തെങ്ങ് കൃഷി ചെയ്യുന്നതിൻ്റെ കുറച്ചു കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൈകൾ നടാൻ തേങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള തെങ്ങിൽ നിന്നുള്ള തേങ്ങകളാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. തൈകൾ നടുമ്പോൾ കൃത്യമായ അകലം പാലിച്ചിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ വർഷവും തടം തുറക്കണം, വളം ചേർക്കണം. കുമ്മായ പ്രയോഗത്തിന് ശേഷമേ വളം ചെയ്യാൻ പാടുള്ളൂ. കീടബാധയെ ചെറുക്കാൻ കൃത്യമായ പരിചരണം ആവശ്യമാണ്. അതുപോലെ തന്നെ തേങ്ങയുടെ പൂക്കുല കൊഴിച്ചിലിന് കൃത്യമായ ശ്രദ്ധയും ആവശ്യമാണ്. കൊഴിച്ചിലിനെതിരെ ഫലപ്രദമായ പ്രതിരോധം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കണം. തെങ്ങിൻ തൈ നട്ടു ഇനിയങ്ങ് വളർന്നോട്ടെ എന്ന് കരുതി നിത്യവും ശ്രദ്ധിക്കാതെ പരിപാലിക്കാതെ പുറംതിരിഞ്ഞിരുന്നാൽ പ്രതീക്ഷിച്ച വളർച്ച ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, കീടങ്ങൾ ബാധകൾ കീഴടക്കി കൃഷി നശിച്ചു പോവുകയും ചെയ്യും. ഇതേ രീതി തന്നെയാണ് കമുകിൻ്റെ കാര്യത്തിലും. കമുകു തൈകൾ നടുമ്പോൾ തെങ്ങിനെ അപേക്ഷിച്ചു അകലം കുറച്ചു മതിയാകും എന്നതൊഴിച്ചാൽ ശരിയായ പരിചരണം ഈ രണ്ടു കൃഷിക്കും പരമപ്രധാനമാണ്. കീടങ്ങൾ, വിവിധ ബാധകൾ ഇവയ്ക്കെതിരെ നിരന്തര ജാഗ്രത ഉണ്ടായെങ്കിൽ മാത്രമേ കൃഷി വിജയിച്ച തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. തെങ്ങിനും കമുകിനും പുറമെ വാഴ, മറ്റു പച്ചക്കറികൾ, മറ്റു ഫലവൃക്ഷ തൈകൾ തുടങ്ങിയവക്കും പരിചരണവും ശ്രദ്ധയും അത്യാവശ്യമാണ്. നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ആഗോള വെല്ലുവിളികളിലൊന്നായ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. വനനശീകരണം, വ്യാവസായിക പ്രശ്നങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ഇത് താപനില വർധനവിനും ക്രമരഹിതമായ കാലാവസ്ഥാ രീതികൾക്കും കാരണമാകുന്നു. വനവൽക്കരണം, പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം, സുസ്ഥിരമായ രീതികൾ നടപ്പിലാക്കൽ തുടങ്ങിയ നടപടികളിലൂടെ നമുക്ക് ഹരിതഗ്രഹ വാതക പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങളുടെ തീവ്രത പരിമിതപ്പെടുത്താനും കഴിയും. നാം ജീവിക്കുന്ന പരിസ്ഥിതി നമ്മുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. വായു, ജലം, മണ്ണ് എന്നിവയുടെ മലിനീകരണം മനുഷ്യന് ആരോഗ്യത്തിന് കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. ഇത് ശ്വസന രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, ദോഷകരമായ രാസവസ്തുക്കളുമായി സമ്പർക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു. മലിനീകരണ തോത് കുറയ്ക്കുന്നതിനും അതുവഴി പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും എല്ലാ വ്യക്തികൾക്കും ഉയർന്ന ജീവിത നിലവാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടേ തീരൂ. വനങ്ങൾ, ശുദ്ധജല സ്രോതസ്സുകൾ, മത്സ്യബന്ധനം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായ മാനേജ്മെൻറ്റിനെ പരിസ്ഥിതി സംരക്ഷണം ഉൾക്കൊള്ളുന്നു. ഈ വിഭവങ്ങളുടെ അമിത ചൂഷണം അവയെ ഇല്ലാതാക്കുക മാത്രമല്ല, അവ പിന്തുണക്കുന്ന ആവാസ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഉത്തരവാദിത്തമുള്ള മരം മുറിക്കൽ, ജലസംരക്ഷണ നടപടികൾ, മത്സ്യബന്ധന മാനേജ്മെൻറ്റ് തന്ത്രങ്ങൾ തുടങ്ങിയ സുസ്ഥിര രീതികൾ ക്രമീകരിക്കുന്നതിലൂടെ ഈ സുപ്രധാന വിഭവങ്ങൾ ഭാവി തലമുറകൾക്ക് ലഭ്യമാക്കാൻ നമുക്ക് കഴിയും. പരിസ്ഥിതി സംരക്ഷണം സാമ്പത്തിക ചെലവുകൾ വരുത്തിവെക്കുമെന്ന തെറ്റിദ്ധാരണയ്ക്ക് വിരുദ്ധമായി അത് യഥാർത്ഥത്തിൽ നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പുനരുപയോഗ ഊർജത്തിൽ നിക്ഷേപിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കുന്നു. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു.
കൂടാതെ പ്രകൃതിദത്ത പരിസ്ഥിതികളെ ആശ്രയിക്കുന്ന ഇക്കോ ടൂറിസം സംരക്ഷണ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം പ്രാദേശിക സമൂഹങ്ങൾക്ക് വരുമാനം സൃഷ്ടിക്കുന്നു. സുസ്ഥിര കാർഷിക രീതികൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠയും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുക മാത്രമല്ല, ദീർഘകാല കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണം ഒരു ആഡംബരമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ തുടർച്ചയായ നിലനിൽപ്പിനും സമൃദ്ധിക്കും ആവശ്യമാണ്. ജൈവ വൈവിധ്യ സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കൽ, മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കൽ, വിഭവങ്ങൾ സുസ്ഥിരമായി കൈകാര്യം ചെയ്യൽ, സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതിലൂടെ കൂടുതൽ സ്ഥിരതയുള്ളതും യോജിപ്പുള്ളതുമായ ഒരു ബന്ധം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. വ്യക്തിഗത ജീവിതശൈലി തിരഞ്ഞെടുപ്പുകളിലൂടെയോ സുസ്ഥിരക്ക് മുൻഗണന നൽകുന്ന നയങ്ങളെ പിന്തുണയ്ക്കുന്നതിലൂടെയോ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഓരോ വ്യക്തിക്കും നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയും. ഈ സന്ദർഭത്തിൽ ഈ സന്ദേശമാണ് എനിക്ക് കൈമാറാനുള്ളത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കിസാൻ ലീഗ് സംസ്ഥാന പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വദേശിയുമായ ഡോക്ടർ അബു കുമ്മാളി. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി കീളാസുറാമ്പി. ഏവർക്കും നന്ദി, നമസ്കാരം.